ഇതാ കാൽവരിയുടെ നെറുകയിൽ എനിക്കായി നിനക്കായി നാട്ടു നിർത്തിയ ഒരു കോലത്തെ നോക്കുകുത്തിയെ ഇപ്പോൾ ഉൾക്കൊള്ളുകൊണ്ട് കാണാനാകുന്നുണ്ടോ? നമ്മെ നിത്യരക്ഷയിലേക്ക് നയിക്കാൻ തലപൊട്ടിത്തെറിച്ച് വെന്തു വെണ്ണീറായവൻ, വിലപ്പെട്ട ഈ അപ്പം തിന്നുമടുത്തു എന്ന് മോശയ്ക്കെതിരെ ദൈവത്തിനെതിരെ പരാതിപ്പെട്ട ജനത്തെ ദംശിക്കാൻ ആഗ്നേയ സർപ്പങ്ങൾ അയക്കപ്പെട്ടു. സംഖ്യ 21:6. എന്നാൽ തങ്ങളുടെ തെറ്റിൽ അനുദപിച്ച ജനം മോശ വഴി അപേക്ഷിച്ചപ്പോൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. സംഖ്യ 21:8. പാപത്തിന്റെ ദംശനമേറ്റ് മനുഷ്യവർഗം നിത്യനാശമടയാതിരിക്കാൻ മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവനും നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ 3:14-15. ഇതാ കാൽവരിയിൽ എനിക്കും നിനക്കും അനുതാപത്തോടെ നോക്കി രക്ഷ പ്രാപിക്കാൻ ഒരു കുരിശുരൂപം. ജ്ഞാനം 16:7. അതിലേക്ക് നോക്കിയവർ രക്ഷപ്പെട്ടു. അവർ കണ്ട വസ്തുവിനാലല്ല, എല്ലാറ്റിൻ്റെയും രക്ഷകനായ അങ്ങുമൂലം രക്ഷപ്പെട്ടു. അതെ, നീ കാണുന്ന വിലങ്ങുതടി അല്ല നിനക്ക് രക്ഷ നൽകിയത്. ആ വിലങ്ങുതടിയിൽ ഇതൾ വിരിഞ്ഞ ഒരു സ്നേഹമുണ്ട്. സ്വജീവൻ നഷ്ടപ്പെടുത്തി നമ്മെ വീണ്ടെടുത്തതിൻ്റെ സ്നേഹസ്മാരകം. നമുക്ക് ആ സ്മാരകത്തിലേക്ക് നോക്കി അനുദപിച്ച് ആ സ്നേഹം നുകരാം. ആ സ്നേഹം നുകർന്നുകൊണ്ട് സൗഖ്യപ്പെടാം. ആ ദിവ്യസ്നേഹം നുകർന്ന് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഒരിക്കൽ വളരെ അത്യാവശ്യമായൊരു കാര്യത്തിന് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അയൽവാസികൾ പറഞ്ഞു അവർ മലയിൽ പണിക്ക് പോയിരിക്കുന്നതാണ് എന്ന്. കാണേണ്ടത് അത്യാവശ്യമായിരുന്നതുകൊണ്ട് ഞാൻ അന്വേഷിച്ച് മലയിലേക്ക് ചെന്നു. വയനാടൻ ചുരത്തിൻ്റെ ഒരു ഭാഗമാണ് മല എന്നവർ പറയുന്ന ഈ സ്ഥലം. തികച്ചും ചെങ്കുത്തായ കൃഷിഭൂമി. കോടമഞ്ഞ് അടുത്തു നിൽക്കുന്ന ആളെക്കൂടി കാണാൻ കഴിയാത്ത വിധം വീശിയടിക്കുന്നു. ചിന്നം ഭിന്നം പെയ്യുന്ന വയനാടൻ മഴ, താഴെ ആർത്തലച്ചൊഴുക്കുന്ന കാട്ടാറിൻ്റെ ഇരമ്പലും കരിങ്കുരങ്ങ്, കാട്ടാന മുതലായവയുടെ ഇടയ്ക്കിടെയുള്ള ചിഹ്നം വിളിയും. ആകെ ഒരു ഭീകരാന്തരീക്ഷം. എന്തായാലും കാണാതെ മടങ്ങാനാകാത്തതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് ഉറക്കെ വിളിച്ചു, ചേട്ടാ ചേട്ടാ എന്ന്. കുറേ വിളിച്ചപ്പോൾ എവിടെ നിന്നോ ഒരു സ്ത്രീയുടെ സ്വരം. ഞാൻ ആ ഭാഗത്തേക്ക് ചെന്നു. വളരെ അടുത്ത് ചെന്നപ്പോഴാണ് ഞാൻ അവരെ കണ്ടത്. എന്നെ കണ്ട പാടെ ജാള്യത മറയ്ക്കാൻ അവർ വളരെ പാടുപെടുന്നത് ഞാൻ കണ്ടു. എനിക്ക് നന്നായി അറിയാവുന്ന ഈ ചേച്ചിയെ കണ്ട ഞാനും ഒന്ന് ഞെട്ടി. ഒരു കള്ളിമുണ്ട് മുട്ടുവരെ പൊക്കി ചുരുക്കി മുറുക്കി ഉടുത്തിരിക്കുന്നു. ഇട്ടിരിക്കുന്ന ബ്ലൗസിന് പുറമേ കൂടി കീറിപ്പറഞ്ഞ ഒരു കാക്കി ഷർട്ട് ഇട്ടിട്ടുണ്ട്. തലയിലൊരു തോർത്ത്, മഴ നനയാതിരിക്കാൻ. അത് നനഞ്ഞൊലിച്ച് കുതിർന്നിട്ടുണ്ട്. കയ്യിലൊരു കച്ചറക്കത്തിയും വെട്ടുന്ന കച്ചറ തള്ളി മാറ്റാൻ ഒരു കൊച്ചു വടിയും. ചേച്ചി കച്ചറ വെട്ടുകയായിരുന്നു ആ മലയിൽ. എന്നെ കണ്ടപാടെ ചേച്ചിയുടെ നിയന്ത്രണം വിട്ട് വാവിട്ട് കരയാൻ തുടങ്ങി. നീ എന്തിനാ ഇങ്ങോട്ടൊക്കെ വന്നത്? എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാ. ആരോടും പറയാറില്ല, പറഞ്ഞിട്ട് കാര്യവുമില്ല. ദൈവഭയം കൊണ്ടാ. ഇവിടെയാകുമ്പോൾ ഒന്ന് ഉറക്കെ കരയുകയെങ്കിലും ചെയ്യാമല്ലോ. ബാക്കി പറയാൻ വന്നത് മുഴുവൻ പറയാതെ ആ ചേച്ചി നിർത്തിയിട്ട് കാലിൽ പൊതിഞ്ഞു കയറുന്ന തോട്ടപ്പുഴുവിനെ പറിച്ചെറിയാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് എന്താണ് ഈ ചേച്ചിയോട് പറയേണ്ടതെന്നറിയാതെ ഞാൻ അസ്വസ്ഥനായി. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിച്ചു. ഉടനെ ഉള്ളിലിരുന്ന് അരൂപി തോന്നിപ്പിച്ചു. ചേച്ചിയെ കണ്ടാൽ ശരിക്കും ക്ഷയിച്ച ഒരു മനുഷ്യക്കോലം. കോലത്തിൻ്റെ അനുഭവം പറയാൻ ലഭിച്ച ബോധ്യമനുസരിച്ച് ഞാൻ അവിടെ നിന്ന് ചേച്ചിയോട് കോലത്തിൻ്റെ കഥ പറഞ്ഞു. കുടുംബത്തെ പണിതുയർത്താൻ മഞ്ഞും മഴയും വെയിലും കൊണ്ട് ഒടുവിൽ എല്ലാവരാലും അവഗണിക്കപ്പെട്ട് അപശകുനം പോലെ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ട കഥ. ആ കോലം അനുഭവിച്ച് തീർത്ത പീഡനത്തിൻ്റെ കഥ. കഥ തീർന്നപ്പോൾ ചേച്ചിയുടെ കവളത്തുകൂടി കണ്ണുനീർ ചാലുകീറി ഒഴുകി. ഏങ്ങലടി ഒതുക്കാൻ പാടുപെട്ട ആ ചേച്ചി പറഞ്ഞു, മോനിപ്പോൾ പൊയ്ക്കോ, പ്രാർത്ഥിച്ചാൽ മതി. വീണ്ടും ഏങ്ങലടി. പ്രിയപ്പെട്ടവരെ, കാലം കടന്നുപോയി. ഇന്ന് ആ കുടുംബത്തിൻ്റെ കഥയാകെ മാറി. 3 മക്കളുള്ള ആ കുടുംബത്തിൽ ഒരു മകളും അവളുടെ ഭർത്താവും അമേരിക്കയിൽ, മറ്റൊരുവൻ സിംഗപ്പൂരിൽ എഞ്ചിനീയർ, ഇനിയൊരാളും അവൻ്റെ ഭാര്യയും അധ്യാപകനും നേഴ്സുമായി വടക്കേ ഇന്ത്യയിൽ. ഈ ചേച്ചിയും ഭർത്താവും സന്തോഷപൂർവ്വം മക്കളിലൂടെ ദൈവം നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞു. ഓ ദൈവമേ, ദൈവമേ നിനക്ക് നന്ദി. ഗോതമ്പ് മണി പോലെ അഴുകിത്തീരുമ്പോഴാണല്ലോ ഫലം പുറപ്പെടുവിക്കുന്നത്. നോക്കുകുത്തി നിന്നിടത്തു നിന്ന് സ്വയം ഇല്ലാതാകുമ്പോഴാണല്ലോ പിന്നിൽ വലിയ കെട്ടിടങ്ങൾ പണിതുയർത്തപ്പെടുന്നത്. നമുക്ക് തിരിച്ചു വരാം.